മക്കളെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് സഹകാരി പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും. ദാ വന്നു കഴിഞ്ഞു നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. എടാ ഈ ഒരു പോസ്റ്റിൽ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ്. അപ്പോൾ ഏപ്രിൽ മാസം തൊട്ട് ആണ് നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോങ് ടേം ബാച്ച് ഓക്കെ ആക്കാം. നമുക്ക് കാറ്റഗറി നമ്പർ 373/2025 നിലക്കാണ് കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ PSC ഇത്തവണ നമുക്ക് 2 നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ 2 പരീക്ഷയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് കേട്ടോ. 2 പരീക്ഷ ഏതൊക്കെ? ഒന്ന് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയും അതിനോടൊപ്പം KS കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് അല്ലേ, ഈ 2 എക്സാമിനേഷൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും എസ്പെഷ്യലി നിങ്ങൾ ആ പേ സ്കെയിലൊക്കെ നിങ്ങൾക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം നമുക്ക് സൗജന്യ വെബിനാറിലൂടെ നേരിട്ട് സംബന്ധിക്കാം കേട്ടോ. വെബിനാറിൽ നിങ്ങൾ കൃത്യമായിട്ട് സഹകാരിയുടെ കോഴ്സിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക. പങ്കെടുത്തിട്ട് നമുക്ക് എന്താണ് ഇവിടെ നടക്കുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടെന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ കോഴ്സിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്റെ വിശദാംശത്തിലേക്ക് നോക്കാം. എന്താണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡാണ്. നെയിം ഓഫ് പോസ്റ്റ് നമുക്കറിയാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണ്. അതുപോലെ സ്കെയിൽ ഓഫ് പേ 39,300 തൊട്ട് തുടങ്ങി 83,000 അവസാനിക്കുന്ന സ്കെയിൽ ഓഫ് പേ ആണ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ വലിയ അവലാതി വേണ്ട. നമ്പർ ഓഫ് വേക്കൻസി 2 ആണ്. കഴിഞ്ഞ തവണ നമ്മുടെ JCI പരീക്ഷയിൽ ഈ പറഞ്ഞ ഖാദി ബോർഡിലേക്ക് 58 അഡ്വൈസ് ആണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇത്തവണ 50ഓളം അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു പോസ്റ്റിന് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് JCI എന്ന് പറയുമ്പോഴത്തേക്കും 37 വയസ്സ് വരെ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ എത്രയില്ല, 18 തൊട്ട് 36 വയസ്സ് വരെ മാത്രമേ ഓപ്പൺ കാറ്റഗറി. ഡേറ്റ് റേഞ്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോഴത്തേക്കും 2/1/1989 1/1/2007 ഇടയിലാണെന്നുണ്ടെങ്കിൽ, ഇടയിലല്ല ആ ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതിനോടൊപ്പം നമുക്ക് SC ST കാർക്കും മറ്റുള്ള OBC അല്ലെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് നിയമാനുസൃതമായിട്ടുള്ള ഇളവ് അങ്ങനെ കൃത്യമായിട്ട് ലഭിക്കും. 3 വർഷത്തിന്റെ 5 വർഷത്തിന്റെ ഇളവ് കിട്ടും കേട്ടോ. ഏജ് റിലാക്സേഷന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ക്വാളിഫിക്കേഷന്റെ കാര്യം സംശയമൊന്നും വേണ്ട. നമുക്ക് എന്തായാലും എന്താണ്, ഒന്ന് പാസ് ഇൻ BCom ഡിഗ്രി അല്ലേ, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി പാസ് ഇൻ BCom ഡിഗ്രി. അതിന്റെ കൂട്ടം എന്താണ്, കോർപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് കൃത്യമായി പഠിച്ചിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് പാസ് ഇൻ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, HDCയും അല്ലെ ഒരു ഡിഗ്രിയും, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഡിഗ്രിയും അതുപോലെ HDC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിനോടൊപ്പം ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെ JDC ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പരീക്ഷയിൽ അപേക്ഷിക്കാം. അതായത് ഡിഗ്രി വിത്ത് JDC, ഡിഗ്രി വിത്ത് HDC അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് BCom കോർപ്പറേഷൻ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിനകത്ത് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മറക്കണ്ട 19/11/2025 ആണ്, മറക്കണ്ട. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ പ്രൊഫൈൽ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് ഓൺ ടൈം പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെടുത്തി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ KS കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് ആണ്. കാറ്റഗറി നമ്പർ മറക്കണ്ട 380/2025 ആണ് കേട്ടോ. നിങ്ങൾ അക്ഷയ വഴി അപേക്ഷ കൊടുക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 2 കാറ്റഗറി നമ്പറും അപേക്ഷ കൊടുത്തു എന്ന് ഉറപ്പാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെയിം ഓഫ് കൺസേൺ എന്താണ്, KS കാർഡ് ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. പണ്ട് നമ്മുടെ ഭൂമണി ബാങ്ക് എന്ന് പറഞ്ഞിരുന്ന എൻറ്റിറ്റി ഇല്ലടാ, അത് പിന്നെ ഭൂവികസന ബാങ്കായി. പിന്നെ ഇതിപ്പോൾ നിലവിൽ KS കാർഡ് ബാങ്ക് എന്ന് പുനർനാമകരണം ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരള ബാങ്കിനോടൊപ്പം കിടപിടിക്കുന്ന കിടിലം ബാങ്കാണ്. നിങ്ങൾ ഈ നെയിം ഓഫ് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സ്കെയിൽ ഓഫ് പേ കണ്ട് ഞെട്ടണ്ട. കൃത്യമായിട്ട് ആ സ്കെയിൽ ഓഫ് പേയുടെ വെയിറ്റേജ് എത്രയാണെന്നുള്ള കാര്യം ഞാൻ സൗജന്യ വെബിനാറിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ളത്, നിങ്ങൾ സ്കെയിൽ ഓഫ് പേ കണ്ട് ഞെട്ടേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് DA ആണ്. DAയുടെ ആ ഒരു വെയിറ്റേജ് കാരണമാണ്. മാത്രമല്ല ഇത് പ്രീ റിവൈസ്ഡ് സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ DAയുടെ വൻ വെയിറ്റേജ് മൂലമാണ് നമുക്ക് ഏകദേശം 50,000 മുകളിൽ ഗ്രോസ് പേയിലേക്ക് പോകുന്നത് ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് സൗജന്യ ഗൂഗിൾ മീറ്റിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റ് ആണ്, കാരണം എൻ്റെ ലിസ്റ്റ് കഴിയാറാകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ലിസ്റ്റ് കഴിയുന്ന മുറയ്ക്ക് നമ്മുടെ ലിസ്റ്റ് വരും. ആ സമയത്തേക്കും കുറച്ചധികം വേക്കൻസികളാകും. ഇപ്പോൾ നിലവിൽ മറ്റേ പരീക്ഷയിലാണെന്നുണ്ടെങ്കിൽ 2 വേക്കൻസി ആൾറെഡി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം ലിസ്റ്റ് കഴിഞ്ഞതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് ലിസ്റ്റ് വരുന്ന മുറയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം വേക്കൻസികൾ വരും. ഫ്രഷ് ആയിട്ട് തന്നെ 10ഓളം വേക്കൻസികൾ JCI ഖാദി ബോർഡിൽ ഉറപ്പായും ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ പരീക്ഷ എങ്ങനെ ആയിരിക്കും എന്നതിനെ കുറിച്ച് കുറച്ചധികം അസംഷൻസ് ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. കാര്യം നമുക്കറിയാലോ, ഇത്തരത്തിലുള്ളൊരു പരീക്ഷയുടെ സിലബസ് നമുക്ക് ഇപ്പോൾ 2 പരീക്ഷ നടന്നേ ഉള്ളൂ. കേരള ബാങ്ക് JCI പരീക്ഷ നടന്നേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ആന്റിസിപ്പേറ്റഡ് സിലബസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സൗജന്യ വെബിനാറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം കുറച്ചധികം കൃത്യമായ ഡാറ്റാസിന്റെ അടിസ്ഥാനത്തിലാണ് സിലബസ് സഹകാരി തയ്യാറാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ കേരള ബാങ്ക് പരീക്ഷയിലെ 918 പേരുടെ റാങ്ക് ലിസ്റ്റ് 637 ചുണക്കുട്ടികളെ സംഭാവന ചെയ്ത സഹകാരിയുടെ അടിപൊളി സ്ട്രാറ്റജി അല്ലേ. അതിന്റെ ഏറ്റവും അടിസ്ഥാനം നമുക്ക് നേരിട്ട് മുൻകൂട്ടി കാണാൻ പറ്റിയ സിലബസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നോക്കാം, അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ്. നമുക്കിവിടെ
ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ലിമിറ്റിലാണ് മക്കളെ. കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് പരീക്ഷയിൽ നിങ്ങൾ 40 വയസ്സ് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും കേട്ടോ. 40 വയസ്സ് വരെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഓപ്പൺ കാറ്റഗറിക്ക് തന്നെ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? 43 വയസ്സ് വരെ OBC കാർക്ക്, 45 വയസ്സ് വരെ നമുക്ക് SC ST കാർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. അതുപോലെ എന്താണ് സൊസൈറ്റി കാറ്റഗറി, ഇവിടെ നിങ്ങൾ ഏജ് ഡൗട്ടുള്ള ആൾക്കാർ ഇത് മാത്രം നോക്കിയാൽ മതി. 2/1/1985 ആണ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത്. അതിന് ഇപ്പുറത്തോട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷ ഓപ്പൺ കാറ്റഗറിയിൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ക്വാളിഫിക്കേഷൻ എടുത്ത് പറയുമ്പോഴത്തേക്കും ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് JDC or HDC അല്ലെ JDC or HDC വിത്ത് എനി ഡിഗ്രി ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ BCom വിത്ത് കോർപ്പറേഷൻ, ആസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞ പോലെയാണ്. പിന്നെ ഇവിടെ ഒരു സംഭവം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാ? BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അല്ലെ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തുന്ന BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, കൃത്യമായിട്ട് പണിയെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക? ആ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ കൃത്യമായിട്ട് നമ്മളെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 2 പരീക്ഷ 1ാം റാങ്ക് വാങ്ങുക എന്നുള്ളതാണ്. അത് ഇച്ചിരി വലിയ ലക്ഷ്യം തന്നെയാണ്. വലിയ ലക്ഷ്യത്തിന് നമ്മൾ വലിയൊരു ഗോളായിട്ട് കാണരുത്, മനസ്സിലായോ? അപ്പൊ ഈ വലിയ ഗോളിനെ ചെറിയ 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 ഗോൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക? മന്ത്ലി ഗോൾസ് നമുക്ക് ഉണ്ടാവണം, സഹകരിക്കേണ്ടത് വീക്കിലി ഗോൾസ് ഉണ്ടാവണം, അത് നമുക്ക് ഉണ്ടാവും. ഡെയിലി ഗോൾസ് ഉണ്ടാവും. അപ്പൊ ഈ ഡെയിലി ഗോൾസ് 6 ദിവസം ഡെയിലി ഗോൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു വീക്കിലി ഗോൾ കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. ആ ഒരു 4 വീക്കിലി ഗോൾ കംപ്ലീറ്റ് ചെയ്യുന്നവനെ ഒരു മന്ത്ലി ഗോൾ കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. ബ്രേക്ക് ഇൻ ടു സ്മോൾ പീസസ് ആണ് വർക്ക് ടുഗദർ. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക എന്നൊരു ആശയമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കേരള ബാങ്കിന്റെ റിസൾട്ട് പോലെ തന്നെ ബിഗിനിങ് ടു എന്റെ സഹകാരിയുടെ ചൊണക്കുട്ടികൾ നിരന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നെ തയ്യാറാവുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് സൗജന്യ വെബിനാറിലൂടെ നേരിട്ട് സംവദിക്കാം. വെബിനാറിൽ പങ്കെടുക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ JC എന്ന കോഡ് വാട്സ്ആപ്പ് ചെയ്താൽ മതി. നമുക്ക് നേരിട്ട് കാണാം.